കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഗംഗാവലി പുഴയിൽ തെരച്ചിലായി ബൂം യന്ത്രം ഗോലിയിലെത്തി. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഷിരൂരിലെത്തും. അതേസമയം പ്രദേശത്ത് ഡ്രോൺ ഉപയോഗിക്കരുതെന്ന് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾക്ക് കർണാടക പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തനം അതിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണെന്ന് വേണം നമുക്ക് പറയാം. കാരണം ബൂം എക്സ്പേറ്റർ ഇപ്പോൾ അവിടെ കരയിൽ തിരച്ചിൽ ആരംഭിച്ചുകൊണ്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അത് നദിയിലേക്ക് മാറുമെന്നാണ് പറയുന്നത്. നേരത്തെ അതിന്റെ സവിശേഷതകളെല്ലാം നമ്മൾ ചർച്ച ചെയ്താണ്. 60 അടി താഴേക്ക് നിന്ന് വരെ ഈ നദിയിൽ നിന്ന് മണ്ണ് കോരാനാകുമെന്ന് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ഒരുപക്ഷെ ഈ രക്ഷാദൗത്യത്തിലെല്ലാം ഏറ്റവും കുഴപ്പിച്ചിരുന്ന ഒരു ഘട്ടവും അത് തന്നെയാണ്. അതായത് നദിക്കടിയിലുള്ള മണ്ണിന് എവിടെയെങ്കിലും ഈ ലോറി കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ്. പക്ഷേ അതിനൊരു തുടക്കം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഈ രക്ഷാദൗത്യമുള്ളത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഊണും ഉറക്കുമില്ലാതെ അവിടെ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാം ഈ പരിശ്രമത്തിന് തീർച്ചയായിട്ടും ഒരു ഫലം ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും നമ്മളോട് ഇപ്പോൾ ചേരുന്നത് കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരാണ്. എന്തായാലും ഈ അത്യാധുനിക രീതിയിലുള്ള ഉപകരണങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി വളരെ പെട്ടെന്ന് തന്നെ ഫലം ഉണ്ടാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷ തന്നെയാണ് 2 ദിവസമായാലും ഇവിടെ തുടർന്ന് ഞങ്ങളും പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. കാരണം ആ ഒരു റോഡിന് തൊട്ട് താഴെയുള്ള റോഡിൽ വാഹനം നിർത്തി അവിടുന്ന് അത് മണ്ണ് വീണ് തൊട്ട് താഴെയുള്ള ആ ഭാഗത്ത് ആഴത്തിലേക്ക് വാഹനം തല തിരിഞ്ഞോ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വലിയ രീതിയിലുള്ള മണ്ണ് വീഴുകയും അങ്ങനെ അവിടെ കിടക്കാനുള്ള സാധ്യത വളരെയേറെ ഉണ്ട്. പക്ഷേ ഇതുവരെ അവിടെ നമുക്ക് പരിശോധിക്കാൻ പറ്റിയിട്ടില്ല. കാരണം മുകളിൽ നിന്നുള്ള റോഡ് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗം മണ്ണ് കുറേ അതിന് മുകളിലേക്കാണ് ആദ്യത്തെ തെരച്ചിലിന് വന്നിട്ടുള്ളത്. ആ മണ്ണ് കൂടി നീക്കി അങ്ങനെ കുറച്ച് ആഴത്തിൽ തിരയാൻ പറ്റുന്ന തരത്തിലുള്ള യന്ത്രസാമഗ്രികൾ ഇപ്പോൾ എത്തി എന്നത് വലിയ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. അതോടൊപ്പം രണ്ടാമത്തെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ പുഴയിൽ രൂപപ്പെട്ടിട്ടുള്ള വലിയ തുരുത്തുണ്ട്. ആ തുരുത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിലപ്പുറം പുഴക്കടിയിൽ വലിയൊരു മല പോലെ തന്നെ രൂപപ്പെട്ടതാണ്. അതിനടിയിലും ഈ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഒരു സാധ്യത അവിടെയാണ്. അതായത് ഈ പുഴയിൽ നിന്ന് ഏകദേശം ഒരു 50 മീറ്ററോളം നീങ്ങിയിട്ട് വലിയൊരു മൺകൂന അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് രൂപപ്പെട്ടതിനപ്പുറത്തേക്ക് ഈ മണ്ണ് ആദ്യഘട്ടത്തിൽ നിന്ന് കരയിൽ നിന്ന് മാറ്റുന്നതിന് ഭാഗമായിട്ട് ഉണ്ടായതാണല്ലോ. അപ്പോൾ ആദ്യഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഈ കരയിലായിരിക്കും ഈ ലോറി എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുഴയിലേക്ക് മണ്ണ് മാറ്റിയത്. പക്ഷേ ഈ പുഴയുടെ അടിയിൽ ഉണ്ടാകാനുള്ള സാധ്യത, അതായത് നേരത്തെ ഈ കരയിൽ നിന്ന് മാറ്റിയ മണ്ണിനടിയിൽ പുഴയിൽ എവിടെയെങ്കിലും ഇത് ലോറിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടോ? നിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആളാണല്ലോ, നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നു? തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ പുഴയിൽ കാണുന്ന മൺകൂന എന്നത് റോഡിൽ നിന്ന് മാറ്റിയ മണ്ണ് മാത്രമല്ല, റോഡിൽ നിന്ന് കുറച്ച് മണ്ണ് മുകളിലേക്ക് താഴേക്ക് നീക്കിയിട്ടുണ്ട് എന്ന് ശരിയാണ്. ഇപ്പോൾ ഉള്ള മണ്ണിന് മുകളിലേക്ക് വന്നു എന്നത് ശരിയാണ്. പക്ഷേ പുഴയ്ക്ക് നടുവിൽ നമ്മൾ കാണുന്ന, നമ്മൾ പലപ്പോഴും വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല ഭാഗത്ത് പൊങ്ങിക്കാണുന്ന ആ മണ്ണ് എന്ന് പറയുന്നത് ആ മുകളിൽ കാണുന്നത് മാത്രമല്ല, ആ ഏരിയ മുഴുവൻ പുഴയിൽ അത്രയും വലിയ ഒരു മണ്ണ് ഡംപ് ചെയ്തിട്ടുണ്ട്. അതിനടിയിലേക്ക് ഈ ലോറി പോവുകയും അതിന് മുകളിലേക്ക് മണ്ണ് കിടക്കുകയുമാണെങ്കിൽ മുകളിലൂടെ വെള്ളം ഒലിച്ചു പോയാൽ പോലും അത് അവിടുന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. ആ മണ്ണ് ഇളക്കിയെങ്കിൽ മാത്രമേ അതിനടിയിൽ ഉണ്ടോ എന്ന കാര്യം നമുക്ക് പരിശോധിക്കാൻ കഴിയുകയുള്ളൂ. ഈ 2 സാധ്യതകളാണ് അവിടെ നിലനിൽക്കുന്നത്. ഓക്കെ, തീർച്ചയായും KP ഇവർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ് ആ ഒരു മൺകൂന. ഒരുപക്ഷെ അതിൻ്റെ അടിയിൽ ഉണ്ടാകാം. കാരണം റഡാർ സംവിധാനം അടക്കം സോണാർ സംവിധാനം അടക്കം ആ പ്രദേശത്ത് നിന്ന് ഒരു സിഗ്നൽ കൊടുത്തിരുന്നു. എന്തായാലും അത് മാറ്റുക എന്ന് പറയുന്നത് തന്നെയായിരുന്നു ഇതുവരെയുള്ള ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം. ഒരുപക്ഷെ അതിന് ഒരു പരിഹാരമായിരിക്കുന്നു. ബൂം എക്സ്കവേറ്റർ എത്തിയിരിക്കുന്നു. അല്പസമയം തന്നെ ഈ നദിയിലിറങ്ങി മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും എന്നാണ് പറഞ്ഞതുപോലെ തന്നെ ഈ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന തെരച്ചിൽ വിജയകരമാകും എന്നുള്ള ഒരു പ്രതീക്ഷ സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയുണ്ട്. ഒപ്പം തന്നെ ഈ കാലാവസ്ഥയും ഏതാണ്ട് അനുകൂലമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിഭിന്നമായി ഒരു കാലാവസ്ഥ ഈ രക്ഷാദൗത്യത്തിന് അനുകൂല ഘടകം തന്നെ ആയിട്ടുണ്ടല്ലേ? തീർച്ചയായും KP നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം കണ്ടതാണ്. അതായത് ആ പ്രദേശത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്ന ഒരു ഡൈനാമിക് സ്വഭാവമുള്ള ഒരു കാലാവസ്ഥയാണ്. അതായത് 10 സെക്കൻഡ് കൊണ്ട് പോലും അന്തരീക്ഷം മാറി മറിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ പൂർണ്ണമായും വെയിലുള്ള സമയത്ത് നിന്ന് ഏകദേശം 10 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ആ പ്രദേശം മുഴുവൻ മഴയായിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല അതിശക്തമായ മഴത്തുള്ളികളാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അത്ര ഉറക്കെ തന്നെ കാറ്റ് വീശുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കടുത്ത മഴയും കാറ്റും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ ഏകദേശം 4 മണിയോട് കൂടി തന്നെ അത്തരത്തിൽ ഈ നേവിയുടെ സ്ക്യൂബ സംഘം അടക്കം, അതായത് ഈ പുഴയിൽ മുങ്ങിത്തെറിയുന്ന മറ്റ് NDRF സംഘങ്ങൾ അടക്കമുള്ള സംഘം നേരത്തെ തന്നെ തിരച്ചിൽ മതിയാക്കിയിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതും ഈ പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ്. ഇന്നലെ അത് വളരെ കൂടുതലായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ ഇടവേള കൊണ്ട് തന്നെ മഴ പെയ്യുന്ന, ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റ് വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ ഈ രാവിലെ അല്പസമയം, അതായത് ഒരു 8 മണിയോട് കൂടി തന്നെ ഈ മഴ പെയ്തിരുന്നു. കനത്ത കാറ്റും ആ പ്രദേശത്ത് വീശിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതുവരെ അന്തരീക്ഷത്തിൽ ഒരു കാർമേഘം വന്ന് മൂടിയിട്ടുണ്ടെങ്കിൽ കൂടി മഴ കാര്യമായിട്ട് പെയ്തിട്ടില്ല എന്ന് പറയുന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്, അല്ലെങ്കിൽ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഈ രക്ഷാപ്രവർത്തനത്തിന് വളരെയധികം ഉപകരിക്കുമെന്നുള്ളതാണ് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ KP.